എല്ലാവർക്കും നമസ്കാരം. ടൈം മീഡിയയിലേക്ക് സ്വാഗതം. നമ്മളുടെ കുടുംബങ്ങളിൽ പലപ്പോഴും വലിയ തർക്കങ്ങൾക്കും കോടതി വ്യവഹാരങ്ങൾക്കും കാരണമാകുന്ന ഒരു വലിയ വിഷയം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുകയാണ്. ചോദ്യം ഇതാണ്: ഒരു പിതാവ് തൻ്റെ സ്വന്തം സമ്പാദ്യത്തിലുള്ള ഒരു വീടും പറമ്പും ആദ്യം ഒരു വിൽപ്പത്രം വഴി തൻ്റെ മകന് എഴുതി വയ്ക്കുന്നു. പിന്നീട് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഇതേ സ്വത്ത് തന്നെ അച്ഛൻ ഒരു രജിസ്റ്റർ ചെയ്ത ഇഷ്ടദാനം അഥവാ ഗിഫ്റ്റ് ഡീഡ് വഴി മകൾക്ക് എഴുതി കൊടുക്കുന്നു. വസ്തു ഒന്നേ ഉള്ളൂ, അച്ഛൻ മകൾക്കും മകനും രണ്ടായിട്ട് എഴുതി കൊടുത്തു. അതിനുശേഷം അച്ഛൻ മരണപ്പെടുന്നു. മരണാനന്തര ചടങ്ങുകളൊക്കെ കഴിഞ്ഞ ശേഷം അച്ഛൻ്റെ വസ്തുക്കളിൽ അവകാശവുമായി മകൻ അച്ഛൻ തനിക്ക് നൽകിയ വിൽപത്രവുമായി വരുന്നു. അപ്പോൾ തന്നെ മകളും വരുന്നു, അച്ഛൻ എനിക്ക് നൽകിയ ഇഷ്ടദാനം ഇതാ കാണുമെന്ന് പറഞ്ഞ്. കാര്യങ്ങളാകെ കുഴഞ്ഞു മറിയുന്നു. വഴക്കും വക്കാണമൊക്കെ ആരംഭിച്ചു. കേസ് കോടതിയിലെത്തി. ഇരുവരും കോടതിയിലെത്തിയാൽ കോടതിയിൽ ഈ കേസിൽ ആരായിരിക്കും വിജയിക്കുക? മകനോ അതോ മകളോ? നിങ്ങൾ അതിന് എന്തുത്തരം പറയും? വാസ്തവം പറഞ്ഞാൽ അതിൽ തീർപ്പ് കൽപ്പിക്കാൻ നമുക്കാർക്കും അവകാശമില്ല. ബഹുമാനപ്പെട്ട കോടതിയാണ് അതിൽ തീർപ്പ് കൽപ്പിക്കുന്നത്. എങ്കിലും നിയമത്തിൻ്റെ വഴിയിലൂടെ ഇതിനുള്ള ഉത്തരം വളരെ ലളിതമായി ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ്. വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണണം. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇൻഫർമേറ്റീവായ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ വേഗത്തിൽ നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്കും ഷെയറും നൽകണം. മറ്റുള്ളവരിലേക്ക് ദയവായി ഇത് എത്തിച്ചു കൊടുക്കുകയും വേണം. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോയുടെ വിഷയത്തിലേക്ക് നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് കടന്നു വരാം. തർക്കത്തിലേക്ക് കടക്കും മുമ്പ് ഈ രണ്ട് പ്രമാണങ്ങളും തമ്മിലുള്ള പ്രധാന വ്യത്യാസം ആദ്യമേ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കണം. ആദ്യം ഇഷ്ടദാനം അഥവാ ഗിഫ്റ്റ് ഡീഡിനെ കുറിച്ച് പറയാം. നിയമപ്രകാരം ഒരു ഇഷ്ടദാനം രജിസ്റ്റർ ചെയ്ത് അത് വാങ്ങുന്ന ആൾ, ഇവിടെ അത് മകൾക്കാണ് കൊടുത്തിരിക്കുന്നതെന്ന് ഓർക്കണം. അപ്പോൾ മകൾ അത് സ്വീകരിക്കുന്നതോടെ അച്ഛൻ്റെ സ്വത്തിൻ്റെ ഉടമസ്ഥാവകാശം അപ്പോൾ തന്നെ മകളിലേക്ക് മാറുകയാണ്. അതായത് അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മകൾ ആ സ്വത്തിൻ്റെ പൂർണ്ണ ഉടമയായി മാറിക്കഴിഞ്ഞു. എന്നാൽ വിൽപത്രം അഥവാ ഒസ്യത്ത് അങ്ങനെയല്ല. വിൽപത്രം എഴുതിയ ആൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ആ വിൽപത്രത്തിന് വലിയ വിലയൊന്നുമില്ല. വിൽപത്രം എഴുതിയ വ്യക്തി മരണപ്പെട്ടാൽ മാത്രമേ വിൽപത്രത്തിൽ പറയുന്ന ആൾക്ക് ആ സ്വത്തിൽ അവകാശം ലഭിക്കുകയുള്ളൂ. അതായത് അച്ഛൻ ജീവിച്ചിരിക്കുന്ന സമയം മുഴുവൻ ആ സ്വത്തിൻ്റെ പൂർണ്ണാവകാശി അച്ഛൻ തന്നെയാണ്. മകന് അതിൽ യാതൊരു അവകാശവും തൽക്കാലം ഇല്ല. ഇനി നമ്മുടെ പ്രധാന ചോദ്യത്തിലേക്ക് കടന്നു വരാം. അച്ഛൻ ആദ്യം മകന് വിൽപത്രം എഴുതി, പിന്നീട് മകൾക്ക് അത് തന്നെ ഇഷ്ടദാനമായി നൽകി. ഇവിടെ കോടതിയിൽ കേസ് വന്നാൽ മകളുടെ ഭാഗം വിജയിക്കാനാണ് സാധ്യത. അതിനുള്ള പ്രധാന കാരണം ഇതാണ്. ഇന്ത്യൻ സെക്ഷൻ ആക്ട് സെക്ഷൻ 152 പ്രകാരം ഒരു വ്യക്തി വിൽപത്രത്തിൽ എഴുതി വച്ചിരിക്കുന്ന ഒരു സ്വത്ത് അദ്ദേഹത്തിൻ്റെ മരണസമയത്ത് അദ്ദേഹത്തിൻ്റെ കൈവശം ഉണ്ടായിരിക്കണം. എന്നാൽ ഇവിടെ അച്ഛൻ ജീവിച്ചിരുന്നപ്പോൾ തന്നെ ആ സ്വത്ത് ഇഷ്ടദാനമായി മകൾക്ക് എഴുതി നൽകിപ്പോയി. അതായത് അച്ഛൻ മരിക്കുന്ന സമയത്ത് ആ സ്വത്തിൻ്റെ ഉടമസ്ഥൻ അച്ഛനായിരുന്നില്ല, മകളായിരുന്നു. താൻ ജീവിച്ചിരുന്നപ്പോൾ തന്നെ മറ്റൊരാൾക്ക് കൈമാറിയ ഒരു സ്വത്ത് മരണശേഷം വിൽപത്രത്തിലൂടെ മകന് നൽകാൻ ആ അച്ഛന് ഒരിക്കലും സാധിക്കില്ല. നിയമത്തിൽ അതിനെ എഡംഷൻ അഥവാ വിൽപത്രത്തിലെ സ്വത്ത് ഇല്ലാതാകൽ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ചുരുക്കത്തിൽ അച്ഛൻ ഒപ്പിട്ട വിൽപത്രത്തിന് ഇവിടെ നിയമസാധുത ഉണ്ടാകില്ല. മകൾക്ക് സ്വത്ത് മുഴുവനായി ലഭിക്കാം. എന്നാൽ ചില കേസുകളിൽ ഇത് സംഭവിക്കണം എന്നുമില്ല. ഓരോരുത്തരുടെയും കേസ് വ്യത്യസ്തമായ സാഹചര്യങ്ങളിലൂടെ ആയിരിക്കുമല്ലോ കടന്നു പോകുന്നത്. കോടതി ഒട്ടേറെ കാര്യങ്ങൾ പരിശോധിക്കും. ഉദാഹരണത്തിന്, ഗിഫ്റ്റ് ഡീഡ് വാലിഡ് ആണോ, അക്സെപ്റ്റൻസ് ഉണ്ടോ, വഞ്ചന, നിർബന്ധം, മറ്റുള്ളവരുടെ അനാവശ്യ സ്വാധീനം എന്നിവ ഇവയിൽ ഉണ്ടായിട്ടുണ്ടോ, ഈ ഡോണർ ഇത് എഴുതി നൽകുന്ന സമയം മെൻ്റലി ഫിറ്റായിരുന്നോ, ഈ വസ്തു എഴുതി കൊടുത്തയാൾ സ്വയം അധ്വാനിച്ചുണ്ടാക്കിയ പ്രോപ്പർട്ടി ആണോ അതോ പൂർവികരിൽ നിന്ന് കൈമാറി കിട്ടിയ പരമ്പരാഗതമായി കിട്ടിയ വസ്തുവാണോ, മറ്റേതെങ്കിലും കണ്ടീഷൻ കൂടി വെച്ചിട്ടാണോ ഇത് ഗിഫ്റ്റ് ഡീഡായി നൽകിയത്, ഇനി വിൽപത്രം നൽകിയിട്ട് പിന്നീട് അത് പിൻവലിച്ചിട്ടുണ്ടോ, ഇതെല്ലാം വിശദമായി പരിശോധിച്ച ശേഷം മാത്രമേ ബഹുമാനപ്പെട്ട കോടതി അന്തിമ വിധി പ്രഖ്യാപിക്കുകയുള്ളൂ. നമ്മുടെ ഈ വീഡിയോയിലെ വിഷയത്തിലെ സാഹചര്യത്തിൽ മകളുടെ അവകാശവാദത്തിനാണ് കൂടുതൽ നിയമബലം ഉണ്ടാകാൻ സാധ്യത എന്ന് മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇനി നമുക്കിതിൻ്റെ വിപരീതമായ ഒരു സാഹചര്യത്തിലേക്ക് പോയാലോ. അച്ഛൻ ആദ്യം മകൾക്ക് ഇഷ്ടദാനം നൽകി രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു. പിന്നീട് മനസ്സുമാറി അതേ സ്വത്ത് മകന് വിൽപത്രം വഴി എഴുതി കൊടുത്തു. ഇങ്ങനെ ഒരു കേസുണ്ടായാൽ ആര് ജയിക്കും? ഇവിടെയും മകൾ തന്നെയാണ് വിജയിക്കാൻ സാധ്യത. കാരണം നിയമപ്രകാരം ഒരിക്കൽ ഒരാൾക്ക് ഇഷ്ടദാനം രജിസ്റ്റർ ചെയ്ത് നൽകിക്കഴിഞ്ഞാൽ അത് വാങ്ങിയ അയാൾ സ്വീകരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആ ആധാരം പിന്നീട് ഏകപക്ഷീയമായി റദ്ദാക്കാൻ മുൻപ് ഓണറായിരുന്ന അച്ഛന് പോലും അവകാശമില്ല. സ്വത്തിൻ്റെ ഉടമസ്ഥാവകാശം ഉടനടി മകളിലേക്ക് പോയതിനാൽ പിന്നീട് ആ സ്വത്തിന്മേൽ അച്ഛന് അവകാശമില്ലെന്ന് സാരം. തനിക്ക് അവകാശമില്ലാത്ത ഒരു സ്വത്ത്
പിന്നീട് മകന് വിൽപ്പത്രം വഴി എഴുതി കൊടുക്കാൻ അച്ഛനെ നിയമം അനുവദിക്കില്ലല്ലോ. അതുകൊണ്ട് ഈ സാഹചര്യത്തിലും മകൾ തന്നെയാണ് പൂർണ്ണമായും അവകാശി എന്ന് പറയാൻ കാരണം. സംശയമുള്ളവർക്കായി ഇതിന് തെളിവായിട്ട് സുപ്രീം കോടതിയുടെ ഏറ്റവും പുതിയൊരു സുപ്രധാന വിധി ഞാൻ പറയാം. NB ശശീന്ദ്രൻ വേഴ്സസ് NB പൊന്നമ്മ എന്ന കേസിൽ, അതായത് കഴിഞ്ഞ വർഷം 2025 മാർച്ച് 24-നാണ് സുപ്രീം കോടതി ഇതിലൊരു അന്തിമ വിധി കൽപ്പിച്ചത്. ഈ കേസിൽ അച്ഛൻ തൻ്റെ മകൾക്ക് അനുകൂലമായി ധനനിശ്ചയാധാരം, അതായത് ഇഷ്ടദാനം എഴുതി നൽകി. എന്നാൽ അച്ഛനും അമ്മയ്ക്കും ജീവപര്യന്തം സ്വത്തിൽ താമസിക്കാനും അനുഭവിക്കാനുമുള്ള അവകാശം കൂടി അതിൽ നിലനിർത്തിയിരുന്നു. പിന്നീട് മകളുമായി പിണങ്ങിയപ്പോൾ അച്ഛൻ ആ ഇഷ്ടദാനം റദ്ദാക്കുകയും ആ സ്വത്ത് മകന് വിൽക്കുകയും ചെയ്തു. ഈ കേസ് സുപ്രീം കോടതിയിൽ എത്തിയപ്പോൾ കോടതി പറഞ്ഞത്, അച്ഛൻ അനുഭവ അവകാശം കൈവശം വെച്ചാലും ഉടമസ്ഥാവകാശം അപ്പോൾ തന്നെ മകൾക്ക് ലഭിച്ചിട്ടുള്ളതിനാൽ അത് ഇഷ്ടദാനം തന്നെയാണ്. അത് ഏകപക്ഷീയമായി റദ്ദാക്കാൻ അച്ഛന് അധികാരമില്ല. അതുകൊണ്ട് മകന് എഴുതി നൽകിയ ആധാരം നിയമവിരുദ്ധമാണത്രേ. കോടതി മകൾക്ക് അനുകൂലമായി വിധി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇനി 2 കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കണം. അച്ഛൻ മരിച്ചതിന് ശേഷം മകൻ വില്ലേജ് ഓഫീസിൽ പോയി നികുതി അടയ്ക്കുകയോ പോക്കുവരവ് മ്യൂട്ടേഷൻ നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അതിന്മേൽ സ്വത്ത് അവകാശപ്പെടാൻ മകന് കഴിയില്ല. കാരണം കരമടച്ച രസീതോ വില്ലേജ് രേഖകളോ ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന രേഖകളല്ല എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. രണ്ടാമതായി, മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണ നിയമം സീനിയർ സിറ്റിസൺസ് ആക്ട് 2007 ഉപയോഗിച്ച് സഹോദരിക്ക് ലഭിച്ച ഇഷ്ടദാനം റദ്ദാക്കാൻ മകന് സാധിക്കുമോ? ഒരിക്കലുമില്ല. ഒന്നാമതായി, സംരക്ഷിക്കണമെന്ന നിബന്ധന ഇഷ്ടദാനത്തിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ നിയമപ്രകാരം റദ്ദാക്കാൻ സാധിക്കൂ. രണ്ടാമതായി, ഈ നിയമപ്രകാരം പരാതി നൽകാനുള്ള അവകാശം അച്ഛന് മാത്രമുള്ള വ്യക്തിപരമായ അവകാശമാണ്. അച്ഛൻ്റെ മരണശേഷം മകന് വന്ന് ഈ നിയമത്തിൻ്റെ പേരിൽ സഹോദരിയുടെ ഇഷ്ടദാനം റദ്ദാക്കാൻ കോടതിയിൽ ആവശ്യപ്പെടാൻ നിയമപരമായി അവകാശമില്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചർച്ചയിൽ നിന്ന് ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഒരേ സ്വത്തിന്മേൽ മകൻ വിൽപ്പത്രപ്രകാരവും മകൾ ഇഷ്ടദാനപ്രകാരവും തർക്കിച്ചാൽ കോടതിയിൽ മകൾ വിജയിക്കാനാണ് സാധ്യത. വിൽപ്പത്രത്തെക്കാൾ എപ്പോഴും നിയമപരമായ മുൻഗണന രജിസ്റ്റർ ചെയ്ത ഇഷ്ടദാനത്തിന് തന്നെയാണ്. നിങ്ങളുടെ കുടുംബത്തിൽ ഇതുപോലുള്ള വസ്തുതർക്കങ്ങളൊക്കെ ഉണ്ടാകാം, അല്ലേ? അല്ലെങ്കിൽ നിങ്ങളുടെ അറിവിൽ എവിടെയെങ്കിലും ഉണ്ടാകും. അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ കൃത്യമായൊരു നിയമ ഉപദേശത്തിനായി ഒരു സിവിൽ വക്കീലിനെ നിർബന്ധമായും സമീപിച്ചിരിക്കണം. ഈ വീഡിയോ പൊതുവായ അറിവിന് വേണ്ടി തയ്യാർ ചെയ്തതാണ്. ഓരോ കേസിൻ്റെയും വസ്തുതകൾ പരിശോധിക്കുമ്പോൾ അത് വ്യത്യസ്തമായിരിക്കും. അപ്പോൾ വ്യക്തിഗത നിയമ ഉപദേശത്തിനായി നിർബന്ധമായും നിങ്ങളൊരു അഭിഭാഷകനെ സമീപിക്കണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ ഊന്നി പറയുകയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. വീഡിയോ ലൈക്ക് ചെയ്യാനും പ്രിയപ്പെട്ടവർക്കായി ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെ കൂടുതൽ ലളിതമായ നിയമ വിജ്ഞാനങ്ങൾക്കായി അല്ലെങ്കിൽ മറ്റ് ഇൻഫർമേറ്റീവ് വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങൾ താഴെ കമൻറ്റായി രേഖപ്പെടുത്താം. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി. നമസ്കാരം.